മല്ലികാമ്മ ഈ പറഞ്ഞ പോലെ ഒരു ഓറയുള്ള ഒരാളാണ്. മല്ലികാമ്മയുടെ അടുത്ത് സംസാരിച്ചാൽ നമുക്കിങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഒരു പേടി ഉണ്ടാവും. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ നമ്മൾ എങ്ങനെ സംസാരിക്കും. പക്ഷെ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനൊന്നും ഇല്ല. അവര് നമ്മളെ തന്നെ അങ്ങ് കൂളാക്കും. മല്ലികാമ്മ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ സെറ്റിലൊക്കെ ശരിക്കും എങ്ങനെയായിരുന്നു? സൂസുവിന്റെ സെറ്റിലൊക്കെ ശരിക്കും മല്ലികാമ്മ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് 3 അമ്മമാരാണുള്ളത്. ഒന്ന് എന്റെ ഓൺ അമ്മ അനില പ്രഭു എന്ന് പറയുന്നത് എന്റെ അമ്മ, മഞ്ജു ചേച്ചി, മല്ലിക സുകുമാരൻ. മല്ലികാമ്മയെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ മമ്മൂക്ക എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ള ഒരാളാണ് മല്ലിക സുകുമാരൻ. കാരണം വെച്ചാൽ അത്രത്തോളം അപ്ഡേറ്റഡും കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്ന, നമ്മളെ ഉപദേശിച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോകും. അതാണ് എക്സാക്ട്ലി. അത് മല്ലികാമ്മയുടെ ഒരു പ്രത്യേകതയാണ്. മല്ലികാമ്മ പറയുമ്പോ നമുക്ക് തന്നെ ശരിയാണ് കേട്ടോ പറഞ്ഞത്, നമ്മുടെ മൈൻഡിൽ പോലും ഇല്ലാത്ത കാര്യമായിരിക്കും. വർക്ക്ഔട്ട് ചെയ്ത് തടി കുറച്ചില്ല നീ നിന്റെ കാര്യം പോക്കാന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. നീ ആദ്യം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നീ ബോഡിയൊക്കെ ശരിയാക്കി ഒന്ന് വാ എന്ന് പറഞ്ഞത് മല്ലികാമ്മയാണ്. എനിക്ക് ഇപ്പോഴും എന്റെ എന്ത് കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് മല്ലികാമ്മ. ഇപ്പോഴും ആ ഒരു ബന്ധമുണ്ട്. ഓക്കെ. ഇപ്പൊ പറഞ്ഞു 3 അമ്മമാര്. ഇപ്പൊ മഞ്ജു ചേച്ചീനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മഞ്ജു ചേച്ചിയുടെ കൂടെ ഞങ്ങൾക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ ഒരു പ്രൊമോഷൻ ഞങ്ങൾ കണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയും ഇതുപോലെ തന്നെ നമ്മളൊന്നും ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പേടി, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. മഞ്ജു ചേച്ചി അങ്ങനെ ആളുകളെ കയ്യിലെടുക്കുന്ന ഒരാൾ, അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെമ്പറാണ്. അപ്പൊ അത്രയും വൈബുള്ള, അത്രയും നമുക്ക് കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണെന്ന് തോന്നിക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി. അപ്പൊ മഞ്ജു ചേച്ചിയിൽ നിന്ന് പഠിച്ച ഏറ്റവും ലെസൺ എന്താ? മഞ്ജു ചേച്ചിയുടെ അടുത്ത് പഠിച്ച ലെസൺ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, മഞ്ജു ചേച്ചി ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആളൊരു അടിപൊളി ചിൽ പേഴ്സൺ ആണ്. ഒരു അടിപൊളി മെമ്പറാണ്. ഞാൻ മഞ്ജു ചേച്ചി മമ്മി എന്നാണ് വിളിക്കുന്നത്, കൂടുതലും മമ്മി തന്നെ വിളിക്കുന്നത്. പക്ഷെ അതേസമയം എനിക്കൊരു ഫ്രണ്ട്ലി രീതിയിൽ സംസാരിക്കാനും പറ്റുന്ന ഒരാളാണ്, ചിൽ പേഴ്സൺ ആണ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സൂസൂലും ഇപ്പൊ നമ്മളിത് പറഞ്ഞു പോയി ഓൾറെഡി. അപ്പൊ അതില് ഇപ്പൊ എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് വർക്ക് ചെയ്ത എല്ലാവരിലും ഒരു പോയിന്റ് ഉണ്ട്, അത് നല്ല നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ. അപ്പൊ നമ്മൾ എടുത്തു പറയണം അനുമോൾ ഇപ്പോ ബിഗ് ബോസില് സീസൺ 7 വിന്നർ ആയിരിക്കുകയാണ്. എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അനുമോൾ ഒരു ബിഗ് ബോസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ മൈൽ സ്റ്റോൺ നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മൾ ഡിബേറ്റ് പോലെയാണ്, ഒരാളെ സപ്പോർട്ട് ചെയ്യണം, ഒരാൾ അതിന് എഗെയിൻസ്റ്റ് പറയണം, അതാണ് ആ ഷോ. അപ്പൊ ഞാൻ അനുമോളെ എഗെയിൻസ്റ്റ് ആണ് പറഞ്ഞത്. അത് നമ്മുടെ ഒരു ഷോ ആണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്ന ഒരു ഷോ ആയതുകൊണ്ട് അനുമോളെ പറ്റി പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ആളുകള് നിനക്ക് ഞങ്ങൾ അനുമോളെ ഇഷ്ടമല്ലല്ലേ, നീ ഇനി ഇന്റർവ്യൂ എടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു വരെ കമന്റ് ഇടുന്നുണ്ട്. ആക്ച്വലി ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ്, അത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസ് കഫേ, അതും കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ഞാനിപ്പോ ഈ ഒരു ഇത് കിട്ടിയപ്പോ, കാരണം ഇത് കഴിയുമ്പോൾ ആൾക്കാർ പറയും വിളിച്ച് ഇത്രയും നാളും അനുമോളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ അനുമോൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാണെന്ന് പറയും. അപ്പൊ അതല്ലാന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ സിദ്ധാർത്ഥിലേക്ക് വരുമ്പോ അനുമോളുടെ കൂടെ സൂസുല് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു വിന്നർ ആയിരിക്കാണ്. ഇറ്റ്സ് എ ബിഗ് ഡീൽ അല്ലേ, ഇങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാമിൽ ഒരു വിന്നർ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ കൂടെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എന്താ ഇപ്പൊ സിദ്ധാർത്ഥിന് തോന്നുന്നത്? കൂടെ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ പറയുമ്പോൾ അനുമോൾ എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിന്നർ ആയത്. അതെ തീർച്ചയായും. ഐ ആം സോ ഹാപ്പി ഫോർ ഹർ. ആണ്, നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർത്ഥ് എല്ലാ സീസണിലും ഞാൻ പ്രെഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണിലും ഞാൻ കാണാറുണ്ട്. സീസൺ 6 ഞാൻ കണ്ടായിരുന്നു പ്രെഡിക്ഷൻ ലിസ്റ്റിൽ. പക്ഷെ സിദ്ധാർത്ഥിന് ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല. ബിഗ് ബോസിൽ പോകുന്നില്ലേ? നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം. ആണല്ലേ? ബിഗ് ബോസിന് വിളിച്ചിട്ടുണ്ടോ? ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല. അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധം ഉള്ളവരാണ്. ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെ കയറിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരാന്ന് ചോദിക്കുന്നത് പറയത്തില്ല, ഞാൻ അങ്ങനെ ചോദിക്കില്ല. അപ്പൊ ഇനി അടുത്ത ബിഗ് ബോസ് സീസണിൽ ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അറിയില്ലല്ലോ, നമുക്കിപ്പോ അറിയാവുന്ന ഈ സീസൺ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. നാളെ നടക്കുന്ന എന്താന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബിഗ് ബോസിൽ പോകുന്ന പറയാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ സാഗർ അല്ലേ, സാഗറും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. സാഗറായിട്ടൊക്കെ ഉള്ള ഒരു ബോണ്ട് ഇപ്പോഴും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ഫൈസലിക്കയുടെ ഇവന്റ് ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു. സാഗർ നമ്മുടെ ബഡ്ഡി തന്നെയാണ്. ഇപ്പൊ സിദ്ധാർത്ഥ് ഫൈസൽ മലബാർ സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കണം, ബിക്കോസ് ആള് നമ്മളെല്ലാവരും കാണുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ വെറുതെ ഭാര്യയുടെ ഉപ്പുമുളകിന്റെ സ്പോൺസർ കൂടിയാണ്. അപ്പൊ ആളുടെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ അടുത്ത ആളുടെ ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആളായിട്ടുള്ള ഒരു ബോണ്ട് ഒക്കെ എങ്ങനെയാണ്? ആളായിട്ട് നല്ലൊരു വ്യക്തിബന്ധം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
അദ്ദേഹം മൊത്തത്തിൽ കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അതുപോലെ തട്ടിമുട്ടിയുടെ വലിയൊരു ആരാധകനുമാണ്. ആണല്ലേ? ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ, അതും ഞാൻ കറക്റ്റ് ഇപ്പൊ ഉപ്പുമുളകും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നപ്പോൾ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അല്ല, അത് എനിക്ക് തോന്നുന്നു ആളത് പറയുകയും ചെയ്തു ആ വീഡിയോയിൽ അല്ലേ. എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഉപ്പുമുളകിലും. ഞാൻ എന്നിട്ട് ഫ്ലവേഴ്സിന്റെ അടുത്തും ഇവരുടെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞു എനിക്ക് ലീവ് വേണം, കാര്യം ഇത് നിങ്ങളുടെ സ്പോൺസറും കൂടെയാണ്. ഈ പ്രോഗ്രാം ഇപ്പൊ നിലവിലത്തെ സ്പോൺസറാണ്. സ്പോൺസേഴ്സിൽ ഒരാൾ എന്ന് പറയുന്നതാവും പിന്നെയും കറക്റ്റ്. അപ്പൊ അതെന്തായാലും പോയി. പക്ഷെ അത് നല്ല നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ, ഇങ്ങനെ ഒരാള്. അർജുൻ കപൂർ മുതൽ ബോളിവുഡിൽ നിന്ന് ആൾക്കാര് എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കൊരു ഫീൽ ആയിരുന്നു, നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയതുപോലെ തന്നെ ആയിരുന്നു. അതിന് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ ആള് ഒരുപാട് കലാകാരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. അതൊരു വലിയ സന്തോഷം. അദ്ദേഹം അതുപോലെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതൊക്കെ വെറും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞു സാഗർ നല്ലൊരു ഫ്രണ്ട് ആണ്, നിങ്ങൾ ഒരുമിച്ച് കണ്ടു എന്നുള്ളത്. ആക്ച്വലി നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിരുന്ന ആൾ ഇതിപ്പോ സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത്രയും വലിയൊരു നിലയിൽ തന്നെ സാഗർ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ ആയിരിക്കും അല്ലേ. സാഗർ തട്ടിമുട്ടിയിൽ ജോയിൻ ചെയ്യുന്ന വർഷം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ് 2019 20 അങ്ങോട്ടാണ്, 19 18 ആണെന്ന് തോന്നുന്നു. അന്നേ അവൻ ലൊക്കേഷനിൽ വരുമ്പോ പറയും സമയമില്ല, രക്ഷപ്പെടണം. ആ ഒരു ത്വര, ആ ഒരു ഫയർ ഞാൻ അന്നേ അവനിൽ കണ്ടത്. അന്ന് അവൻ അതൊന്നും അവിടെ പറയുമ്പോൾ 26 വയസ്സ്, ഇന്ന് എനിക്ക് 26 വയസ്സ്. ഇന്നിപ്പോ മനസ്സിലാവും രക്ഷപ്പെടണം, എനിക്കും രക്ഷപ്പെടണം എന്നുള്ള ത്വരയായിക്കൊണ്ടിരിക്കും. അതെന്താണ് പുള്ളി അപ്പൊ ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോഴാണ് എനിക്ക് കത്തി. അന്ന് എനിക്കൊന്ന് ഞാൻ അവന് തമ്മിൽ കുറച്ച് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, എനിക്ക് 4-5 വയസ്സ് വ്യത്യാസം. പക്ഷെ അതിപ്പം എനിക്ക് അങ്ങനെ സിദ്ധാർത്ഥ് 26 വയസ്സിന് എന്തോ കുഴപ്പമുണ്ട്, 26 എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കുഴപ്പമാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ കുറച്ച് 30 ആവുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. 26 ഇനി 30ലേക്കാണ്. ഇനി 30 കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അല്ലേ ഏട്ടാ? 30 കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് മുമ്പ് നമ്മൾ ലൈഫൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയാൽ ഒരു കുഴപ്പമില്ല. 30 കഴിഞ്ഞ് പിന്നെ നമ്മള് സെറ്റ് ആവും, എല്ലാം ശരിയാവും. എല്ലാം സെറ്റ് ആവട്ടെ, എല്ലാം സെറ്റ് ആവട്ടെ. ഞാനും പറയുന്നില്ല സെറ്റ് ആവട്ടെ. ഇപ്പൊ നമ്മള് ഉപ്പുമുളകിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് എപ്പോഴും ചോദിക്കണം എന്നുള്ളത്, ഈ ഉപ്പുമുളകിലൊക്കെ നിങ്ങൾ എങ്ങനെ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ ഫുള്ള് പഠിച്ചു വെക്കുകയാണോ? അതെങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലാണ് ഉപ്പുമുളകും തട്ടിമുട്ടി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ശരിക്കും എങ്ങനെയാ അപ്പൊ ഇതൊക്കെ പഠിക്കുന്നേ? ഇത് ടെക്നിക്കൽ സൈഡ് എങ്ങനെയാ? ഇത് ഇപ്പം ഒരു സീൻ മൊത്തം ഇരുന്ന്, ഇപ്പൊ ഒരു 5, 6, 7 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ സീൻ മൊത്തം ആൾക്കാർ ഇരുന്ന് ഒരു വട്ടം വായിക്കും, 2 വട്ടം വായിക്കും, 3 വട്ടം വായിക്കും. ഇത് വായിച്ചതിന് ശേഷം എല്ലാവരും പറഞ്ഞു നോക്കും. ഈ പറഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഡയലോഗും നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ, അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ, ഇതിനിടയ്ക്ക് കൈ നിറുന്നവരുണ്ട്. ഇതും കൂടെ നമ്മൾ ഇടയ്ക്ക് ചില ആൾക്കാർ ആ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യും. ഇപ്പം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടത് നസീർ സംക്രാന്തി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അദ്ദേഹം ഇത് സ്പോട്ടിന്റെ ആളാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ അതിന്റെ കൂടെ ബാലൻസ് ചെയ്ത് ഒരാളെ തെറ്റിച്ച ആ സീൻ വീണ്ടും റീടേക്ക് ആക്കും. അപ്പൊ ഇത് മെയിൻലി അതിന്റെ ഡയറക്ടർ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഉപ്പുമുളകിന്റെ ഡയറക്ടർ സുയിലേട്ടൻ, പിന്നെ അതിന്റെ അസോസിയേറ്റ് ജിഷു, പിന്നെ ടെക്നിക്കൽ ടീം, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഇൻപുട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ട് ആയിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എല്ലാവരെയും പഠിച്ച് വെക്കണം അല്ലേ? അതിൽ 1, 2 അവര് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോകും. എനിക്ക് അത് കാരണം നമുക്ക് കാണുമ്പോ ഭയങ്കര നല്ല കഷ്ടപ്പാടുണ്ട്, കാണുന്ന പോലെ എളുപ്പമല്ല.